ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പൂർണ്ണ സമാപനം. ടെന്റുകളുടെ നഗരമായ മിനയോട് വിട പറഞ്ഞ് വിടവാങ്ങൽ തവാഫും പൂർത്തിയാക്കി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചെങ്കിലും പൂർണ്ണമായും ഇന്ത്യൻ തീർത്ഥാടകർ മടങ്ങുന്നതുവരെ സേവനരംഗത്ത് സജീവമായി തുടരുകയാണ് മലയാളി സന്നദ്ധ പ്രവർത്തകർ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തിയായി. മദീന സന്ദർശനം ബാക്കിയുള്ള തീർത്ഥാടകർ പ്രവാചക നഗരിയിലേക്ക് നീങ്ങുമ്പോൾ മറ്റുള്ളവർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. 17 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിച്ചത്. സുരക്ഷയും ആരോഗ്യ സംവിധാനങ്ങളും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് സൗദി ഗവൺമെന്റ് ഒരുക്കിയിരുന്നത്. ഇന്ത്യയിൽ നിന്ന് 1.25 ലക്ഷത്തോളം ഹാജിമാരാണ് ഇത്തവണ എത്തിയത്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പുറമെ പതിവ് പോലെ മലയാളികളുടെ സന്നദ്ധ സംഘടനകളും സേവന രംഗത്ത് മാതൃകയായി. KMCC, OICC, നവോദയ, ICF, വികായ, തനിമ തുടങ്ങിയ സംഘടനകളുടെ വോളണ്ടിയർമാർ മദീനയിലും മക്കയിലും മിനായിലും സജീവമായിരുന്നു. കുഞ്ഞി മുഹമ്മദ് കാക്കിയ. അവസാനത്തെ ഹജ്ജും ഈ പുണ്യഭൂമി വിട്ടുപിരിയുന്നതുവരെ KMCCയുടെ വനിതാ വിംഗ് അടക്കമുള്ള പ്രിയപ്പെട്ട ചെറിയ മക്കളടക്കമുള്ള വോളണ്ടിയർ സംഘം 24 മണിക്കൂറും ഹാജിമാരുടെ സേവന രംഗത്ത് തയ്യാറായി പ്രവർത്തിച്ചു. ഇത്തവണ വോളണ്ടിയർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ലഭ്യമായ പെർമിറ്റുകളുമായി എത്തിയവർ മികച്ച രീതിയിൽ സേവനം കാഴ്ചവെച്ചു. KMCC വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന കഞ്ഞി വിതരണം ഇത്തവണത്തെ പ്രധാന സവിശേഷതയായിരുന്നു. ഹാജിമാരുടെ ആദ്യ വിമാനം എത്തിയതു മുതൽ അവസാന വിമാനം തിരിച്ചു പോകുന്നതുവരെ നീളുന്നതാണ് ഈ മലയാളി കൂട്ടായ്മകളുടെ സേവനം. ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ വഴിതെറ്റുന്നവരെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കുക, ജംറയിലെ കല്ലേറ് കർമ്മങ്ങൾക്ക് സഹായിക്കുക, വീൽ ചെയർ സഹായം ഉറപ്പാക്കുക എന്നിങ്ങനെ നീളുന്നു വോളണ്ടിയർമാരുടെ കാരുണ്യഹസ്തങ്ങൾ. സുൽഫിഖ്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും. സെലിബ്രേറ്റിംഗ് 40 years of trust and legacy. സോന ഗോൾഡൻ ഡയമണ്ട്സ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ.